നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട വികസനവുമായി ബന്ധപ്പെട്ട യോഗം മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. ജവഹർ ബാലഭവൻ അവധിക്കാല ക്ലാസുകൾ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തിലെ മണലിത്തറ കിഴക്കേക്കര 5ാം വാർഡിൽ പ്രളയത്തിൽ ഒലിച്ചുപോയ പാലം നവീകരണം ഇഴയുന്നു. ചെപ്പാറ സംരക്ഷിത വനഭൂമിയിൽ അനധികൃതമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് റീത്തുവെച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട വികസനവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം സ്ഥലം MLAയും റവന്യൂ മന്ത്രിയുമായ കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 95 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ച പ്രവൃത്തി വൈകാതെ ആരംഭിക്കും. നേരത്തെ 2 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിന്റെ മുകളിൽ ഒരു നില കൂടി പണിയുന്നതിനാണ് MLA ഫണ്ട് അനുവദിച്ചത്. ഇതിനു പുറമെ 5 കോടി രൂപ ചെലവിട്ട് മറ്റൊരു കെട്ടിടം നിർമ്മിച്ചിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ക്ലാസ് മുറികളുടെ കുറവാണ്. നിലവിൽ പുതുതായി പണിതതും പണിയാൻ അനുമതിയായതുമായ കെട്ടിടങ്ങൾക്ക് പുറമെ 26 ക്ലാസ് മുറികളുടെ ആവശ്യകതയെ കൂടി യോഗത്തിൽ അധ്യാപകർ ചൂണ്ടിക്കാട്ടി. നേരത്തെ ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാൻ പൊതുമരാമത്ത് അധികൃതരെ യോഗം ചുമതലപ്പെടുത്തി. പഴയ കെട്ടിടഭാഗങ്ങൾ പൊളിച്ചു നീക്കിയും പരമാവധി സ്ഥലം ഉപയോഗപ്പെടുത്തിയുമായിരിക്കും സ്കൂളിന്റെ വികസനം നടപ്പാക്കുക. ആവശ്യമായ ക്ലാസ് മുറികൾ, ഓഫീസ് ടോയ്ലറ്റ്, ഓപ്പൺ സ്റ്റേജ്, ഓഡിറ്റോറിയം, കിച്ചൺ, ലാൻഡ്സ്കേപ്പും ഉൾപ്പെടെയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. LP സ്കൂളിൽ നേരത്തെ 3 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിൽ 2 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. സ്കൂൾ കവാടം 50 ലക്ഷം രൂപ ചെലവഴിച്ച് അതിമനോഹരമായാണ് നിർമ്മിച്ചത്. ഇതുവരെ MLAയുടെ ആസ്തി വികസന ഫണ്ടും സർക്കാർ ഫണ്ടുകളും ഉൾപ്പെടെ 14.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പുത്തൂർ സ്കൂളിൽ ലഭ്യമായത്. പുതിയ മാസ്റ്റർ പ്ലാനിന്റെ പൂർത്തീകരണത്തിന് പൊതുജന പങ്കാളിത്തം കൂടി ഉറപ്പാക്കുവാൻ യോഗം തീരുമാനിച്ചു. പുത്തൂർ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി കെ രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, പഞ്ചായത്ത് മെമ്പർമാരായ സജിത്, അനൂപ്, സ്കൂൾ പ്രിൻസിപ്പൽ ടിനോ, PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, SMC ചെയർമാൻ PV സന്തോഷ്, അധ്യാപകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ ജവഹർ ബാലഭവൻ അവധിക്കാല ക്ലാസുകൾ 2025 ഏപ്രിൽ 2 രാവിലെ 10 ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ MLA പി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർഗവാസന പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. വിശിഷ്ട സാന്നിധ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ഉദ്ഘാടന വേദിയിൽ MLA പി ബാലചന്ദ്രൻ കുട്ടികളുടെ പഠനത്തോടൊപ്പം കലയുടെ പ്രാധാന്യം കുട്ടികളെയും മാതാപിതാക്കളെയും ഉദ്ബോധിപ്പിച്ചു. മുഖ്യാതിഥിയായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ക്യാമ്പ് അവലോകനം നിർവഹിച്ചു. ജവഹർ ബാലഭവൻ പ്രിൻസിപ്പൽ ഡോക്ടർ A അൻസാർ KS, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവർ ആശംസകൾ നിർവഹിച്ചു. സ്വാഗതം അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് നിർവഹിച്ചു. ാണ് 16ഓളം ഈവൻസ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാ ഈവൻസിനും നല്ലൊരു പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടത്തേക്കുള്ള എല്ലാ കുട്ടികൾക്കും പാരൻസിനും ഇതിനായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഈ വെക്കേഷൻ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ മാറട്ടെ. എന്തായാലും ഈ ബാലഭവനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. ഇനി വരുന്ന ഓരോ സെഷൻ്റെ ഇടയ്ക്കും നമുക്ക് ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇൻട്രാക്ട് ചെയ്യാമെന്നാണ് അറിയിക്കുന്നത്. ഇവിടത്തേക്കുള്ള എല്ലാവർക്കും നല്ലൊരു ആശംസകൾ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു. വടക്കാഞ്ചേരി പാലത്തിന്റെ അഭാവം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാവുന്നു. തെക്കുംകര പഞ്ചായത്തിലെ മണലിത്തറ കിഴക്കേക്കര 5ാം വാർഡിൽ 2023 പ്രളയത്തിൽ ഒലിച്ചുപോയ
പട്ടിയാംകുന്ന് പാലമാണ് നവീകരണ പ്രക്രിയകളുടെ ഭാഗമായുള്ള നിർമ്മാണ ഘട്ടങ്ങൾ ഒച്ചിഴയുന്ന പോലെയാകുന്നു. പഞ്ചായത്ത് അംഗം, പ്രസിഡന്റ്, ഇറിഗേഷൻ വകുപ്പ് തുടങ്ങി കരാറുകാരൻ വരെ ദുസ്സഹകരമായ സാഹചര്യത്തെക്കുറിച്ച് അറിയിച്ചെങ്കിലും നാഥനില്ലാത്ത കളരി പോലെയാണ് നിലവിലെ അവസ്ഥ. പാലം പണിയുമെന്ന് പറഞ്ഞ് 1 വർഷം മുമ്പ് അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടതല്ലാതെ മറ്റു നിർമ്മാണ ഘട്ടങ്ങൾ മുഴുവിപ്പിക്കുന്നതിൽ അനാസ്ഥ പ്രകടമാണെന്ന് വാർഡംഗങ്ങളായ AK കൃഷ്ണൻകുട്ടിയും PT മണികണ്ഠനും പറയുന്നു. കൂടാതെ പണിയാവശ്യങ്ങൾക്കുള്ള മെറ്റലും മണലും മറ്റ് സാധന സാമഗ്രികളും ഒലിച്ചുപോയതായും പറയുന്നു. പാലമില്ലാത്തതിനാൽ ക്ഷീരകർഷകരുടെ അന്നം മുട്ടിപ്പോകുന്ന സ്ഥിതി സംജാതമാകുമ്പോഴും അധികൃതർ മൗനം അവലംബിക്കുകയാണെന്ന പരാതിയും ശക്തമാണ്. മറുകരയിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളുണ്ട്. പാലമില്ലാത്തതിനാൽ പരമ്പരാഗത നെൽകർഷകരും ആശങ്കയിലാണ്. പാടശേഖരങ്ങൾ ഉഴുതുമറിക്കുവാൻ ട്രാക്ടറും മറ്റും വളഞ്ഞു ചുറ്റി സമയം അതിക്രമിച്ചു വേണം എത്തിച്ചേരാൻ. കഴിഞ്ഞ ദിവസം പാലത്തിന് സമീപമുള്ള വൻ ഗർത്തത്തിൽ പശു വീണ് ഗുരുതര പരിക്കേറ്റു. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഭരണചക്രം തിരിക്കുന്നവരുടെ അനാസ്ഥയ്ക്ക് പ്രതിരോധം തീർക്കുവാനും പൊതുജനങ്ങളുടെ ആവശ്യകത വിസ്മരിച്ച് നാളുകൾ പിന്തുടരുകയാണെങ്കിൽ ശക്തമായ സമരമാർഗങ്ങൾ ആവിഷ്കരിക്കുമെന്ന് നാട്ടുകാരും പറയുന്നു. പശുവിനെ കൊണ്ടുപോകാനൊക്കെ ഇറങ്ങി പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പാലം എത്രയും വേഗം പണിത് തരണം ജനങ്ങൾക്ക് പോകാനും. നെല്ല് പണിതിട്ട് തന്നെ അപ്പടി പന്നി കുത്തിപ്പോയി ഇതിനൊന്ന് കടന്നു പോകാനും കൂടിയും പാകില്ലാതെ 2 ഏക്കർ നെല്ല് പണിത് മുഴുവനും പോയി ഈ പ്രാവശ്യം. ആകെ 16 ചാക്ക് നെല്ലാണ് കിട്ടിയത്. 25 കെട്ട് വെക്കൂലും. അതൊന്ന് പോയി നോക്കാൻ പാകില്ലാത്ത കാരണമാണ്. 1 കൊല്ലം കഴിഞ്ഞു ഇത് ഇങ്ങനെ ഇവിടെ പൊളിച്ചിട്ടിട്ട്. ഞങ്ങൾ മണലിത്ര 5-ാം വാർഡ് നിവാസികൾ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ പുഴ നവീകരണവുമായി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ പാലം പണിയുന്നതിന് വേണ്ടി ഈ പാലം പൊളിച്ച് ഇവിടെ അടി ബെഡിട്ട് കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും ഈ പാലത്തിൻ്റെ അവിടത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ഇറിഗേഷൻ അധികാരികളോ അതുപോലെ തന്നെ കരാറുകാരനോ നാളിതുവരെ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരനായ ചന്ദ്രേട്ടൻ ആളൊരു ക്ഷീരകർഷകനാണ്. അദ്ദേഹത്തിൻ്റെ പശു ഇവിടെ വീണ് അത് തണ്ടലൊടിഞ്ഞു. ഇപ്പോൾ ആ പശുവിനെ കൊടുക്കേണ്ട നിലവാരമായി. അവശ്യ നിലയിൽ ഇവിടെ ഈ കിടക്കുന്ന ഈ പാലത്തിനു വേണ്ടി വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഈ കരാറുകാരനെയും നിരന്തരം ബന്ധപ്പെട്ടാലും ഒരു അലസ മനോഭാവമാണ് ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഈ നാട്ടിലെ ഈ വാർഡിലെ മിക്ക ജനങ്ങളും ഈ കാണുന്ന പാടങ്ങൾ അവരുടേതാണ്. ആ പാടം പണിതുകൊണ്ടും അവിടെ നാൽക്കാലികളെ കൊണ്ടുപോയും ഉപജീവനം നടത്തുന്ന ഏക ആശ്രയമാണ് ഈ പാലം. അന്ന് MLA PWD ഓഫീസിൽ വിളിച്ചു ചേർത്തപ്പോൾ കരാറുകാരനോട് നിർബന്ധമായി പറഞ്ഞു പട്ടിയങ്കുന്ന് പാലം എത്രയും വേഗം പൂർത്തീകരിക്കണം. അതിൻ്റെ ഉദ്ഘാടനം അതിഗംഭീരമായി നടന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ആണോ കരാറുകാരൻ്റെ ആണോ അവ മറ്റാരുടെയിലോ ഇടപെടലാണോ ഈ കുണ്ടും കുഴിയും ഇവിടെ കിടക്കാനുള്ള സാഹചര്യം? ഇപ്പോൾ ഒരു പശു വീണു, നാളെ ഒരാൾ വീണ് മരിച്ചാലാണ് ഇതിന് അനുശോചനം നടത്തുന്നത്. അതിന് അടിയന്തരമായി ഈ പാലം പണിതു തരണമെന്ന് ഈ നിവാസികൾക്കൊപ്പം വാർഡ് മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടിയും അതുമാതിരി തന്നെ PT മണികണ്ഠനും ഞങ്ങളുടെ നാട്ടുകാരോടൊപ്പം നിന്ന് പറയുന്നു, അടിയന്തരമായി ഈ പാലം പണിതില്ലെങ്കിൽ ഈ പാലത്തിന് വേണ്ടി വൻ ശക്തമായ സമരങ്ങളുമായി ഇറിഗേഷൻ ഓഫീസിലേക്കും പഞ്ചായത്ത് ഓഫീസിലേക്കും നാട്ടുകാർക്ക് പോകേണ്ടി വരും. പാലിയേക്കര ടോൾ അടിപ്പാത നിർമ്മാണം, ടോൾ പിരിവ് നിർത്തിവെക്കുവാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. മണ്ണുത്തി, അങ്കമാലി, ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള രൂക്ഷമായ ഗതാഗതം തുടരുന്ന സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുവാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിക്കുവാൻ ജില്ലാ കളക്ടർ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. അല്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെക്കുവാൻ സംസ്ഥാന സർക്കാർ NHAI അധികാരികളോട് ആവശ്യപ്പെടണം. ഇതിനു മുൻപ് പല സാഹചര്യങ്ങളിലും ടോൾ പ്ലാസയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായപ്പോൾ ജില്ലാ കളക്ടർമാർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം വിനിയോഗിച്ചിട്ടുണ്ട്. സാങ്കേതികമായി എന്തെങ്കിലും ഇനി തടസ്സങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ഉത്തരവാദിത്തത്തെ പ്രതി പ്രത്യേക അധികാരം ഉപയോഗിക്കണം. ആവശ്യഘട്ടത്തിൽ ടോൾ പിരിവ് സസ്പെൻഡ് ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടർക്കും പൊതുമരാമത്ത് മന്ത്രി, സെക്രട്ടറി, NHAI പ്രൊജക്ട് ഡയറക്ടർ എന്നിവർക്ക് കത്ത് നൽകി. ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ പ്രതിയും സുരക്ഷാ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലും
അപകട സുരക്ഷയെ കരുതിയാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. ഓഡിറ്റിൽ പറയുന്ന ബ്ലാക്ക് സ്പോട്ടുകളിലും നിരവധി കവലകളിലും ഓഡിറ്റിൽ പറയുന്ന പ്രവർത്തനങ്ങൾ ഇനിയും അനുവദിക്കുവാനുണ്ട്. ഇത്തരം സമയങ്ങളിലൊക്കെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് സ്വാഭാവികമാണ്. നീണ്ട കാലയളവിൽ യാത്രക്കാരുടെ സുഗമവും സുരക്ഷിതവുമായ യാത്രയ്ക്ക് ഭംഗം സംഭവിക്കുന്നു. ഇത് കരാർ നിബന്ധനകളുടെ ലംഘനമാണ്. ടോൾ നിരക്ക് പൂർണ്ണമായി കരാർ കമ്പനി ഈടാക്കുകയും എന്നാൽ സൗകര്യങ്ങൾ കമ്പനി നൽകാതിരിക്കുകയും ചെയ്യുന്നത് യാത്രക്കാരെ വഞ്ചിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ ടോൾ നിരക്ക് ഉയർത്തിയത് സംബന്ധിച്ച് തങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നൽകിയ കേസ് ഏപ്രിൽ 4 വെച്ചിട്ടുണ്ട്. ഇക്കാര്യം കൂടി ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിനാലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനാലും ജമ്മു കാശ്മീർ ഹൈക്കോടതി 20% ടോൾ നിരക്ക് മാത്രമേ ഈടാക്കൂവെന്ന് ടോൾ കമ്പനിക്കെതിരെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യം തന്നെയാണ് ദേശീയപാതയിൽ നിലവിലുള്ളത്. ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാവുന്നതാണ്. ചെപ്പാറയിലെ സംരക്ഷിത വനഭൂമിയിലെ അനധികൃതമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് ബ്രേക്ക് കെട്ടിടത്തിന് മുൻപിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. സംരക്ഷിത വനഭൂമിയിലെ അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാട്ടി തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി വിശദമായ വാദം കേട്ട് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് ഉത്തരവ് നൽകിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോടികളുടെ അഴിമതിയിലും അധികാര ദുർവിനിയോഗത്തിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് അനധികൃത കെട്ടിടത്തിന് മുൻപിൽ റീത്ത് സമർപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണു ചന്ദ്രൻ മുഖ്യാതിഥിയായി. DCC ജനറൽ സെക്രട്ടറിമാരായ PJ രാജു, ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, പാർലമെന്ററി പാർട്ടി നേതാവ് AR കൃഷ്ണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ VJ ജമാൽ, അക്സാൻ ഷെയ്ഖ്, അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ, സനൽ സണ്ണി, വിജയ് കുറ്റിക്കാടൻ, കുട്ടൻ മച്ചാട് തുടങ്ങിയവർ സംസാരിച്ചു. അനീഷ് കണ്ടമാട്ടലിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഒരു സമരം തുടങ്ങി വയ്ക്കുക മാത്രമല്ല, അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഒരു സർക്കാരിനെതിരെ നേരിട്ട് പോരാട്ടം നടത്തി ഇത് ബഹുമാനപ്പെട്ട കോടതിയെ കൊണ്ട് ഈ പദ്ധതി സ്റ്റേ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതിന് അനീഷ് കണ്ടമാട്ടലിനെ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഭരിക്കുന്ന സർക്കാരുകൾ കാണിക്കുന്ന എന്ത് തോന്നിവാസവും നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഒക്കെ. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി 51 ദിവസമായി സെക്രട്ടേറിയറ്റിനു മുൻപിൽ സമരമിരിക്കുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനു മുൻപിൽ വനിതകൾ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മലയുടെ മുടിമുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. T. നിർമ്മല അധ്യക്ഷത നിർവഹിച്ച പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി CB ഗീത മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് മുൻ പ്രസിഡന്റും അഡ്വൈസറി അംഗവുമായ ലീലാമ്മ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റുമാരായ ഷീന ചന്ദ്രൻ, ബിന്ദു കുമാരൻ, ലാലി ജെയിംസ്, ലീല രാമകൃഷ്ണൻ, ട്രഷറർ ജിന്നി ജോയ്, സംഘടനാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി തുടങ്ങിയവർ ഐക്യദാർഢ്യം സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ ലീല ടീച്ചർ, നിമ്മി റപ്പായി, സിന്ധു ചാക്കോള, ജില്ലാ ഭാരവാഹികളായ ശീതള, പ്രിയ വിൽസൺ, നിഷ, രമണി വാസുദേവൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷിജി, മിനി, അമ്പിളി, മണ്ഡലം പ്രസിഡന്റ് സഫിയ ജമാൽ, ലീന തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടാതെ രജനി സുബ്രഹ്മണ്യൻ, ബീന PK, ഷിജി, ജോയ്സി, ബിന്ദു കുമാരൻ, ലാലി തുടങ്ങിയവർ അവരുടെ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു. ക്ഷീരകർഷകർക്ക് കരുതലൊരുക്കുവാൻ തെക്കുംകരയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 ഏക്കറിൽ പുൽകൃഷിക്ക് തുടക്കം. കല്ലമ്പാറ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തെക്കുംകര പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് കാർഷിക രംഗത്ത് പുതുചരിത്രം രചിക്കുന്നത്. വേളാങ്കണ്ണി പുളിയമാക്കൽ അജീഷ് ഫിലിപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ സഹകരണ സംഘത്തിന് പാട്ടത്തിന് നൽകിയ സ്ഥലത്താണ് കൃഷി ഒരുക്കുന്നത്. നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്.
3 മാസം കൊണ്ട് വിളവെടുക്കുന്ന തീറ്റപ്പുൽ ക്ഷീര കർഷകർക്ക് സൗജന്യമായി നൽകും. ക്ഷീരസംഘത്തിലെ 140 കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ലീന ജെറി, NG സന്തോഷ് ബാബു, AN രാധാകൃഷ്ണൻ, VS രാജു, സിന്ധു രാജീവ്, CJ ഷേഖ് ഷക്കീർ ഹുസൈൻ, വത്സ വർഗീസ്, സന്ധ്യ മോഹൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് കുണ്ടുകാട് പ്രദേശത്തുണ്ടായ വേനൽ മഴയിൽ റോഡ് നവീകരണ പ്രവർത്തനം താറുമാറായി. മഴ പെയ്തതോടെ റോഡിൽ വൻതോതിൽ ചെളി രൂപപ്പെട്ടു. ഇതോടെ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായി. റോഡ് പണി നടക്കുമ്പോൾ വാഹന ഗതാഗതത്തിന് തടസ്സമില്ലായിരുന്നു. ഒരു മഴ പെയ്തതോടെ സഞ്ചാരമാകെ താറുമാറായിരിക്കുന്നു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം പുലർച്ചെ 3:30 നടന്ന നിർമ്മാല്യ ദർശനത്തോടെ ആരംഭിച്ചു. 8:30 ശീവേലിക്ക് ശേഷം 9:30 സോപാന സംഗീതമുണ്ടായി. 10:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 4:30 വരെ വഴിപാട് പൂരങ്ങളുടെ വരവേൽപ്പായിരുന്നു. വൈകിട്ട് 5 മുതൽ 7:15 വരെ കൂട്ടിയെഴുന്നള്ളിപ്പിന് പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പഞ്ചവാദ്യം അകമ്പടിയായി. രാത്രി 7:30 പിന്നണി ഗായകരായ കിഷോർ വർമ്മ, പ്രവീണ തുടങ്ങിയവർ നയിക്കുന്ന മ്യൂസിക് നൈറ്റ് ഉണ്ടായി.
ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പൊന്നൂക്കര മൈമ്പിളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു. മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ദിവസങ്ങളിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. ഏപ്രിൽ 2 ബുധനാഴ്ച രാവിലെ കലശത്തിങ്കൽ ഉഷപൂജ, മുളപ്പൂജ, പ്രസാദ പ്രതിഷ്ഠ. 8:55 മുതൽ 10:58 വരെയുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി, മേൽശാന്തി പെരുതടമന നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടയർ കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിനാണ് തീപിടിച്ചത്. കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ്1 എന്ന ടയർ കമ്പനിയിലാണ് ബുധനാഴ്ച രാവിലെ 11:30 തീപിടുത്തമുണ്ടായത്. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിൽ നിന്നും ഓയിൽ ചോർന്നതാണ് തീപിടിക്കുവാൻ കാരണമായതെന്ന് കരുതുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏതാനും മാസം മുൻപും ഇതേ കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. അന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിച്ച് കമ്പനി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും തീപിടുത്തമുണ്ടായത്. ഓടിക്കൂടിയ നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് കമ്പനിയിലെ സാധനങ്ങൾ പുറത്തേക്ക് മാറ്റിയതിനാൽ വലിയ തോതിൽ തീപിടരുന്നത് ഒഴിവാക്കാനായി. കലാസദൻ വെള്ളിച്ചിലങ്ക നൃത്തശില്പശാല ആരംഭിച്ചു.
തൃശൂർ കലാസദൻ നൃത്തവിഭാഗം നടത്തറ കലാസദൻ കോംപ്ലക്സിൽ 10 ദിവസങ്ങളിലായി നടത്തുന്ന വെള്ളിച്ചിലങ്ക നൃത്തശില്പശാല ഫാദർ ജിയോ തെക്കിനിയത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു ജെ കവലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജോമൻ ചെറുശ്ശേരി, ജേക്കബ് ചെങ്ങാലൈ, ബേബി മൂക്കൻ, മേഴ്സി ബാബു, CJ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്ന അവാർഡ് ജേതാവ് കൂടിയായ നൃത്താധ്യാപിക സൂസൻ പോളിയെ പൊന്നാട ചാർത്തി അനുമോദിച്ചു. തുടർന്ന് ക്ലാസുകൾ ആരംഭിച്ചു. 50ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയ്ക്ക് പുതിയ കേന്ദ്ര കൈക്കാരന്മാർ. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ 2025-2028 വർഷത്തേക്കുള്ള പുതിയ കേന്ദ്ര ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായി 9 പേരെ തിരഞ്ഞെടുത്തു. അബി ജെ പൊന്മണിശ്ശേരി, ഗിഫ്റ്റൻ കെ ജോസഫ്, ജോഫിൻ ജോൺ ഒല്ലൂക്കാരൻ, മീറ്റി ഡോൾഫി, പോൾ അഭിമലേഖ് യേശുദാസ്, വില്യംസ് പറമ്പള്ളി, വിനോദ് നെൽസൺ, തോമസ് കൂള, CV ജോബി. തൃശൂർ മാർത്താമറിയം വലിയ പള്ളി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ചടങ്ങിൽ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപൊലീത്ത സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അധികാര കൈമാറ്റവും നടന്നു. കേന്ദ്ര ട്രസ്റ്റി ബോർഡിന്റെ പുതിയ ചെയർമാനായി അബി പൊന്മണിശ്ശേരിയെയും വൈസ് ചെയർമാനായി ഗിഫ്റ്റൻ ജോസഫിനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ബോർഡ് മുൻ ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, ഇപ്പോഴത്തെ ചെയർമാൻ അബി ജെ പൊന്മണിശ്ശേരി, മുൻ ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്ങൽ, മുൻ ചെയർമാൻ ലിയോൺ ഏങ്കക്കപ്പാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീ തേൻകുളങ്ങര ഭദ്രകാളി ക്ഷേത്രം എവനൂരിലെ മീനഭരണി വേലയോടനുബന്ധിച്ച് സമസ്ത എവനൂരിന്റെ വേലവരവ് ആഘോഷം അതിഗംഭീരമാക്കി. കാളിപ്പടയും ശിങ്കാരിമേളവും നാസിക് ദോലും കാണികളുടെ മനം കവർന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ജീവനക്കാർ മാർച്ച് 30 രാത്രി 7 മണിക്ക് ഭണ്ഡാരം തുറന്ന് പണമെടുക്കുന്ന സമയം തുറന്നു കിടന്ന ഭണ്ഡാരത്തിൽ കൈയിട്ട് ഒരാൾ നോട്ടുകൾ മോഷ്ടിക്കുന്നതായി കണ്ട് ഇയാളെ ജീവനക്കാർ തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ച സമയം അവരെ തട്ടിമാറ്റി മോഷ്ടാവ് മോഷ്ടിച്ച പണവും കയ്യിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്ത വാൽപ്പാറ സ്വദേശിയായ പണ്ണിമേൽ വീട്ടിൽ കൃഷ്ണൻ എന്നയാളെ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കൗണ്ടർ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കോണത്തുംകുന്ന് സ്വദേശിയായ വാഴവളപ്പിൽ
സുബിലാഷ് എന്നയാളുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർമാരായ സാലിം, സജിൻ തുടങ്ങിയവർ ചേർന്നാണ് കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയയാളെ റിമാൻഡ് ചെയ്തു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 10 വർഷ കഠിന തടവും 75,000 രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷിച്ചു. യുവതിയോട് പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ കാരുമത്ര സ്വദേശിയായ ഏറാട്ടുംപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സക്കീർ എന്നയാളെയാണ് മാർച്ച് 29-ന് ബഹുമാനപ്പെട്ട ഇരിഞ്ഞാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോസ്കോ കോടതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഏപ്രിൽ 1-നാണ് 10 വർഷ കഠിന തടവിനും 75,000 രൂപ പിഴയടയ്ക്കുവാനുമുള്ള ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു. 2018 ഓഗസ്റ്റ് മാസം മുതൽ 2019 മാർച്ച് മാസം വരെയുള്ള വിവിധ കാലയളവിൽ മുഹമ്മദ് സക്കീർ യുവതിയെ പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 2020 ഒക്ടോബർ മാസത്തിലാണ് സബ് ഇൻസ്പെക്ടർ അനൂപ് PJ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് അന്നത്തെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MG ജിജു ആണ് ആദ്യ അന്വേഷണം നടത്തിയത്. തുടർന്ന് ഇൻസ്പെക്ടർ അനീഷ് കരീമാണ് അന്വേഷണം പൂർത്തിയാക്കി കേസിലെ കുറ്റപത്രം സമർപ്പിച്ചത്. സബ് ഇൻസ്പെക്ടർ ജസ്റ്റിനും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോസ്കോ കോടതി ജഡ്ജി ശ്രീമതി വിവിജ സേതുമാധവനാണ് വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ ASI ശ്രീമതി R രജനി ഏകോപിപ്പിച്ചു. യുവാവിനെ ഇടിവള കൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിൽ. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുരി ബസാറിലുള്ള ബാറിൽ വെച്ച് മാർച്ച് 29-ാം തീയതി രാത്രി 9:45-ന് പനങ്കാട് 5-ാം പരുത്തി ഏരാശ്ശേരി വീട്ടിൽ രാജീവ് എന്നയാളെ ഇടിവള കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളിൽ ഒരാളായ പതിയാശ്ശേരി സ്വദേശിയായ പുതിയ വീട്ടിൽ നബീൽ എന്നയാളെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 29-ാം തീയതി രാത്രി 9:30-ഓടെ രാജീവ് പുരി ബസാറിലുള്ള ബാറിൽ നിന്ന് മദ്യപിക്കുന്ന സമയം നബീലിന്റെ സുഹൃത്തായ ഫൈസൽ എന്നയാളെ കാണുകയും അവിടെ വെച്ച് ഫൈസലും രാജീവും തമ്മിൽ മുൻപ് നടന്ന സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് സംസാരിച്ച് ഇവർ തമ്മിൽ തർക്കമാവുകയും തുടർന്ന് ഫൈസലും നബീലും മറ്റൊരാളും കൂടി രാജീവിനെ തടഞ്ഞു നിർത്തി നബീലും മറ്റൊരാളും കൂടി രാജീവിന്റെ ഇരു കൈകളും പിടിച്ച് പിന്നിലേക്ക് വെച്ച സമയം ഫൈസൽ രാജീവിന്റെ ബർമുഡയുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുക്കുകയും കൈ ചുരുട്ടി രാജീവിന്റെ വലത് കണ്ണിൽ ഇടിക്കുകയും തുടർന്ന് ഇടിവള കൊണ്ട് നെറ്റിയിൽ ഇടിച്ചും കൈകൊണ്ട് മൂക്കിലും നെഞ്ചിലും ശരീരത്തിന്റെ പല ഭാഗത്തും ഇടിച്ചും പരിക്കേൽപ്പിക്കുകയും തലയിൽ ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. സംഭവത്തിൽ രാജീവിന്റെ വലത് കണ്ണിന് താഴെ എല്ലിന് പൊട്ടൽ സംഭവിക്കുകയും നെറ്റിയിൽ മുറിവ് പറ്റിയതിൽ 8 സ്റ്റിച്ചിടേണ്ടി വരികയും ചെയ്തു. ഇതുകൂടാതെ രാജീവിന്റെ വാച്ചും മൊബൈൽ ഫോണും പേഴ്സിലുണ്ടായിരുന്ന 4,800 രൂപയും 3 പേരും ചേർന്ന് എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ഈ കാര്യത്തിന് രാജീവ് കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മാർച്ച് 30-ാം തീയതി മതിലകം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയനോട് മൊഴി പറഞ്ഞ പ്രകാരം മതിലകം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലേക്ക് വേണ്ടി അന്വേഷണം നടത്തിവരവേ നബീലിനെ മതിലകത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മതിലകം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI വിനയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ്, ആന്റണി, ഷനിൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ മതിലകത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട വികസനവുമായി ബന്ധപ്പെട്ട യോഗം മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. ജവഹർ ബാലഭവൻ അവധിക്കാല ക്ലാസുകൾ P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തിലെ മണലിത്തറ കിഴക്കേക്കര 5-ാം വാർഡിൽ പ്രളയത്തിൽ ഒലിച്ചുപോയ പാലം നവീകരണം ഇടയുന്നു. ചെപ്പാറ സംരക്ഷിത വനഭൂമിയിൽ അനധികൃതമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് റീത്തുവെച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.